പ്രൈസ് ലോർഡ്. ദൈവത്തിന് അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്ത് ദൈവം സ്മരിപ്പാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 18 വാക്യങ്ങളുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും ഒത്തിരി പ്രയാസം നിന്റെ ലൈഫിലുണ്ട്. ആരോട് പറയും, ആര് കേൾക്കും എന്നൊക്കെ നീ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുക. പക്ഷേ ഈ വചനത്തിൽ ഞാൻ നിന്നോട് പറയാം, നിന്റെ ഭാരത്തെ കാണുന്ന, നിന്റെ നിരാശ കാണുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. അവൻ്റെ പേരെത്ര? യേശു. കരയുന്ന ഏത് വിഷയമായിക്കോട്ടെ, നീ ഇപ്പം തകർന്നിരിക്കുകയാണോ, നീ ഇപ്പം ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത്, ഒരു നിമിഷം നീ യേശുവിനോട്, അപ്പ എൻ്റെ ഭാരത്തെ അങ്ങ് എടുത്തു മാറ്റും, എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, ഞാൻ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് ഈ ഒരു വാക്കിനകത്ത് നീ ഒന്ന് സമർപ്പിച്ച് ഒരു തീരുമാനമൊക്കെ എടുത്ത് ഒന്ന് ദൈവസന്നിധി മുഴങ്കാരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ആ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ കരഞ്ഞ വിഷയത്തിനകത്ത് മറുപടി ദൈവം തരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. മനുഷ്യൻ നിന്നെ കൈവിടുമ്പോൾ, ലോകക്കാർ നിന്നെ കൈവിടുമ്പോൾ, കൈവിടാത്ത യേശു നിന്നോട് കൂടെയുണ്ട്. നീ തകർന്നിരിക്കുന്ന ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് പ്രതികൂലമായിരിക്കട്ടെ, പക്ഷെ അവൻ്റെ അടുക്കൽ വന്ന് നിന്റെ കരം പിടിച്ച് ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു പോകണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്ന അറിയിച്ചില്ല, യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറയാം, കർത്താവേ, മനുഷ്യനെ കൈവിട്ടു, ഈ ലോകക്കാരെന്നെ കൈവിട്ടു, പക്ഷെ എന്നെ കൈവിടാത്ത യേശുവിനോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി നിരാശയുള്ള ഭാരം വന്നപ്പോൾ ആ ഭക്തനെ ആശ്രയിച്ചത് മനുഷ്യനോടല്ല, പിന്നെയോ യഹോവയെ ആശ്രയിച്ചത്. അതുകൊണ്ട് അവൻ്റെ ലൈഫ് ദൈവപ്രവൃത്തി കാണുവാനിടയായി. അങ്ങനെയാണെങ്കിൽ അവൻ ദൈവപ്രവൃത്തിൻ്റെ ജീവിതത്തിനകത്ത് കാണണമെങ്കിൽ നീ യേശുവിനെ പൂർണ്ണമായി സ്വീകരിക്കണം. അവൻ നിന്റെ ലൈഫിൽ യേശു മാത്രം മതി എന്ന് പറഞ്ഞ് നീ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ നീ കരഞ്ഞ വിഷയത്തിനകത്ത് ചില മറുപടി കാണും. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.